വെന്റിലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം വെന്റിലിസ്റ്റ് സീക്രറ്റ്സ് ആണല്ലോ പറയുന്നത്, അല്ലേ? നമ്മളെ പറ്റുന്ന സീക്രറ്റ് ഇല്ല കേട്ടോ, അറിയാം. അതുകൊണ്ടാ. താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻ ടോം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടു, കോട്ടയം ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഇപ്പൊ ബെൽറ്റ് ഇടാത്തുണ്ട്. പക്ഷേ ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ വന്നത്? അല്ലല്ല, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? നല്ല ലോഞ്ച് ചെയ്തോളൂ, മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ചാണ്. സിനിമ തുടങ്ങാൻ പോകുന്നുള്ളൂ. അസുവിൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. രാജേഷ് പിള്ളയുടെ കൂടെ ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളും ഒക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടികൂസ് അമികൂസ് അടികൂടി അടി പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ അല്ലേ? പകിട കണ്ടിരുന്നു. പകിട കണ്ടിട്ടുണ്ടോ? അടികൂസ് അമികൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇപ്പൊ തിരിച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കില്ലല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മളെ തരത്തിലും പറഞ്ഞ ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആരെങ്കിലും തരട്ടെ? ജസ്റ്റ് എന്നെ തരട്ടെ? ഇല്ല, ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്നത്. ഡോക്ടർ ആയതുകൊണ്ട് പറയല്ല, ഉണ്ടാകുന്ന സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു കുടി കൊടുത്തു വൈകിട്ട് വാങ്ങിട്ടു. അതും ചോദിക്കാതെ പറയാതെ അല്ല, കുടിക്കല്ലേ ആ സീൻ ഓർമ്മയില്ലേ? അല്ല, ഡോക്ടറാണെന്ന് കിട്ടണമെന്ന് ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ ഓർമ്മയുണ്ടോ? അത് അത് നമുക്ക് ഡോക്ടറും കേട്ടോ, വക്കീലോ. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയുന്നത്? സത്യം പറയൂ, സത്യം പറയുമ്പോഴോ എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയം ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈനോട് ചേർന്ന് എന്താണ് ചോദിക്കാറുള്ളത്? പേടിപ്പിക്കാനല്ല. അസോസിയേഷൻ ആയാലോ എന്നുള്ളവരെ അറിയായിരുന്നു. അറിയില്ലായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടിരുന്നു. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി. പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി. സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് മരുന്ന് അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. സീനിയർ ഡോക്ടറാണ് പുള്ളി. ഓർത്തോ അല്ലേ? MBBS അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ചെറുതായിട്ട് ടോപ്പിക്കിന് മാറി ഒരു സംശയം. അല്ല, നമ്മള് ഈ കഥ കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ എവിടെയൊന്നും ഓർമ്മയുണ്ട പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് മൂന്നുപേരും കൂടി പരസ്യങ്ങൾ പൊളിച്ച് ചെയ്യണ സമയം ഉണ്ടായിരുന്നു. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ചെയ്യുന്നില്ല പരസ്യം.
അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. നീ അറിഞ്ഞില്ലേ മെന്റലിസ്റ്റ് ആദ്യം ഷോ ചെയ്ത് ഇൻസോമിനിയ നീ അറിഞ്ഞില്ലേ? ആര് മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രറ്റ്സ് ആണല്ലോ പറയുന്നത് അല്ലേ? നമ്മളെ വലിയൊരു സീക്രറ്റ് ഇല്ല കേട്ടോ, അറിയാം. അതുകൊണ്ടാ അതൊരു കാര്യമില്ല. നിങ്ങളെ പറ്റി കുറെ സീക്രറ്റ്സ് ഉണ്ടാവുമല്ലോ, ഞാൻ പറയണോ? വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്, പറയാം. അതുകൊണ്ടാ പറഞ്ഞ സീക്രറ്റ്സ് ഒന്നും ഇല്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡിന്റെ. കുറച്ചധികം ഞാനിപ്പോ ഗസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ? വഴിയുണ്ടല്ലോ, പ്രൊഡ്യൂസർ ചോദിച്ചിട്ട് വഴിയുണ്ട്. ഷംസു വരുന്നതിൽ ഒപ്പിച്ചത് എനിക്ക് നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? സ്വഭാവം എന്താ ഇല്ല. എന്നാ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. അപ്പോൾ എല്ലാവരും പടം കാണണം അല്ലേ? ബോറടിപ്പിക്കാതെ. താങ്ക് യു. Thank you so much. I think